താമസിച്ചു പോയി ഗൈസ്, ശരിക്കും താമസിച്ചു പോയി. അതായത് ഇന്ന് നമ്മുടെ നരസിംഹ ജയന്തി ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം വെല്ലിയമ്പലത്തില് ആനയൂട്ടുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ പേടിച്ചാണ് വന്നത്. അതായത് ഞാൻ വരുമ്പോഴത്തേക്കും ആനയൂട്ടെല്ലാം കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അതായത് ഞാൻ വന്നപ്പോഴത്തേക്കിനും ആനയൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആനയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇന്നത്തെ ദിവസമേ ഭയങ്കര അൺലക്കി ഡേ ആയിരുന്നു. അതായത് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വൈവ ഉണ്ടായിരുന്നു. വൈവയും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ 4 മണി. അത് കഴിഞ്ഞ് കുറച്ച് വർക്ക് ബേസ് കുറച്ച് ഗുലുമാലുണ്ടായിരുന്നു. അതും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ 6 മണി. അതെല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങിയത് അമ്പലത്തിൽ എത്തിയപ്പോൾ ആനയൂട്ടും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. Guys, എന്താ പറയാ, ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ദിവസമാണ്. ഇന്നത്തെ ആനയൂട്ടിന്റെ കുറെ വ്ളോഗ് എടുക്കണം, ഭയങ്കരമായിട്ട് അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു തേങ്ങ നടന്നില്ല ഗൈസ്. ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, ഇവിടെ അമ്പലത്തിലപ്പോ അത് ആനയ്ക്ക് തിടമ്പൊക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. അപ്പൊ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവും നരസിംഹമൂർത്തി ഭഗവാനുമാണ്. അപ്പൊ ഇവിടെ ദശാവതാര ചാർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 10 ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഓരോ ദിവസവും നമ്മുടെ മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെന്താ ഈ ഒരു സംഭവം നടക്കുകയാണ്. അതായത് ഇതിന്റെ പേര് ഞാൻ മറന്നു, എന്താ ഇതിന് പറയുന്നത്, എടാ ശരിക്കും ഞാൻ മറന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതിരിക്കുമല്ലോ. ഈ വോയിസ് ഓവർ എടുക്കുന്നതിന് മുമ്പ് അതിന്റെ പേര് എനിക്ക് അറിയായിരുന്നു. വോയിസ് ഓവർ കൊടുത്തപ്പോൾ എന്റെ പേര് ഞാനങ്ങ് മറന്നു ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, ഒന്ന് കമന്റ് ചെയ്തേക്കണം. അത് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. ബിക്കോസ് ഞാൻ നല്ല ടയേർഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ കാലത്ത് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇതുവരെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എന്തെങ്കിലും പോയി കഴിക്കട്ടെ ഗൈസ്. അപ്പൊ ബൈ, എന്നാ ശരി.